കുംഭമേള കൂടി കഴിഞ്ഞതോടെ യോഗിയുടെ താരപരിവേഷം കൂടിയിരിക്കുന്ന സമയത്താണ് യോഗിയുടെ ഖജനാവ് കൊള്ളയടിക്കുന്ന കഥ പുറത്തു വരുന്നത്. മോദിക്ക് ശേഷം യോഗി എന്ന തരത്തിൽ അമിത്ഷായെ പോലും വെട്ടിലാക്കുന്ന തരത്തിലായിരുന്നു BJP MLAയുടെ വെളിപ്പെടുത്തൽ. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ വിമർശനവുമായിട്ടാണ് MLA തന്നെ രംഗത്തെത്തുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞ സർക്കാരാണ് യോഗി സർക്കാർ എന്ന് ലോണി MLA ആയ നന്ദ് കിഷോർ ഗുർജാർ ഉയർത്തുന്ന വിമർശനമാണിത്. ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയും ഖജനാവ് കൊള്ളയടിക്കുകയുമാണ് എന്നാണ് MLAയുടെ ആരോപണം. ലോണിയിൽ സംഘടിപ്പിച്ച കലശയാത്രക്കിടെ MLAയുടെ അനുയായികൾ പോലീസുമായി ഏറ്റുമുട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നന്ദകിഷോർ ആരോപണവുമായി രംഗത്തെത്തിയത്. കീറിയ കുർത്ത ധരിച്ച് വാർത്താ സമ്മേളനത്തിനെത്തിയ ഗുർജർ പോലീസാണ് തന്റെ വസ്ത്രം കീറിയതെന്നും ആരോപിച്ചു. ഗൂഢതന്ത്രങ്ങൾ ഉപയോഗിച്ച് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ തലച്ചോറ് കെട്ടിയിരിക്കുകയാണ്. UP ചീഫ് സെക്രട്ടറി ലോകത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനാണ്. ഉദ്യോഗസ്ഥന്മാർ അയോധ്യയിലെ ഭൂമി കൊള്ളയടിക്കുകയാണ്. സംസ്ഥാനത്ത് ഗോവധം വലിയ തോതിൽ നടക്കുന്നുണ്ട് എന്നും ആളുകൾ വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയാണ് എന്നും ഗുർജർ ആരോപിച്ചു. ലോണിയിൽ അനുമതിയില്ലാതെ നടത്തിയ കലശയാത്ര പോലീസ് തടയാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസും ഗുർജറിന്റെ അനുയായികളും തമ്മിൽ ഏറ്റുമുട്ടിയത്. സംഘർഷത്തിനിടെ ഗുർജറിന്റെ അനുയായികൾ പോലീസിനും UP സർക്കാരിനുമെതിരെ മുദ്രാവാക്യവും മുഴക്കിയിരുന്നു. അതേസമയം അനുമതിയില്ലാതെയാണ് യാത്ര സംഘടിപ്പിച്ചത് എന്ന ആരോപണം ഗുർജർ നിഷേധിച്ചു. യാത്രയ്ക്ക് അനുമതി തേടി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകിയിരുന്നു. കലശയാത്ര എല്ലാ വർഷവും നടത്തി വരാറുള്ളതാണ്. ഇത്തവണ മാത്രമാണ് അനുമതിയില്ലെന്ന് ആരോപിച്ച് പോലീസ് തടഞ്ഞത് എന്നും ഗുർജർ പറഞ്ഞതിനു ശേഷമാണ് ഇത്തരത്തിൽ ഖജനാവ് കൊള്ളയടിക്കുന്ന കഥ പോലും പുറത്തുവരുന്നത്.